ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയല്ല മറ്റന്നാൾ രാവിലെയാണ് നമുക്ക് ഡെലിവറിക്ക് അഡ്മിറ്റ് ആവേണ്ട ദിവസം. സീസാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് നമ്മൾ ഓർണമെൻറ്റ്സ് ഊരി വയ്ക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ നഖം വെട്ടണം. ഞാൻ ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചത്. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ അന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ചിങ്ങനെ വരും. പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ വെട്ടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നെയിൽ കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ കഴിച്ചതിന് മാല, കമ്മൽ കാര്യങ്ങളൊക്കെ അഴിച്ചു വെക്കണം. അതിൽ മാലയും കഴിച്ചതിനും അല്ലെങ്കിൽ കമ്മലൊക്കെ ഒന്ന് വാഷൊക്കെ ചെയ്ത്, കാരണം കുറേ ആയിട്ട് ഇങ്ങനെ ഇടണമല്ലേ. അപ്പോൾ ഒന്ന് ഊരി വാഷ് ചെയ്ത് ഒക്കെ എടുത്ത് വെക്കണം. പിന്നെ നമ്മളെ സെൽഫ് കെയർ കുറച്ച് കാര്യങ്ങൾ പരിപാടികളൊന്ന് എന്തായാലും അന്ന് പോകുമ്പോൾ നമ്മൾ രാവിലെ ഫ്രഷൊക്കെ ആയിട്ടാണ് പോകുകയെന്നുണ്ടെങ്കിലും ഒന്ന് മസാജൊക്കെ ചെയ്ത് ഓയിൽ മസാജൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആവണം. അതുപോലെ തലയിലും ഹെന്ന ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഹെയർ കംപ്ലീറ്റ് വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാച്ചുറൽ ഹെന്ന കേട്ടോ. അപ്പോൾ അതൊന്നും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കോമൺ ഐറ്റംസ് എടുത്ത് വെക്കാനുണ്ട്. ഫ്ലാസ്ക്, പാത്രം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നഖം വെട്ടാൻ പോവാണ് കേട്ടോ. നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നതാണ്. എല്ലാം വേഗം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താ വെച്ചാൽ എല്ലാവരും പറയുന്നത് രണ്ടാമത്തെ ഡെലിവറി ആകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി, അപ്പോൾ നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്. കാരണം ആദ്യത്തെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ട്. പിന്നെ ആദ്യക്കുട്ടനുണ്ട്, അതും ഒരു വിഷമമാണ്. പിന്നെ ഒന്നാമത് ഓപ്പറേഷൻ ആയത് കാരണം ആ ഇഞ്ചക്ഷൻ വെക്കണമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ വരും എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഏജ് അല്ലല്ലോ നമുക്ക് ഫിസിക്കലി മെൻ്റലിയൊക്കെ ഓൾറെഡി നമുക്ക് കുറേ ചേഞ്ചസ് ഉണ്ട്. അന്നെന്ന് പറഞ്ഞാൽ നമുക്കത്ര വലിയ ഏജോ കാര്യങ്ങളൊന്നും ഇല്ല മീൻസ് ഇപ്പോഴത്തെ ഒരു ഏജ് ഇല്ല. അപ്പോൾ അതിൻ്റെതായ കുറേ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ചെറുതായിട്ട് ഷുഗറൊന്ന് കൂടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ബി പി ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. ബി പി ഷുഗറൊക്കെ എനിക്ക് എപ്പോഴും ലോ ആണ് ഉണ്ടാവാറ്. പക്ഷേ ഇതിപ്പോൾ ഒരു 30 കഴിഞ്ഞിട്ടുള്ളൊരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഒന്നാമത് ഈ ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ എന്താ കൂടുമോ കുറയോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയും കുറേ ടെൻഷൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പോൾ വരുന്നിടത്ത് വെച്ച് വേണം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ നെയിലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചു വെക്കണം കേട്ടോ. നാളെ അഴിച്ച് വെച്ചാലും മതി. ഞാൻ പിന്നെ എന്താ വെച്ചാൽ എല്ലാം ഇന്നങ്ങോട്ട് കഴിയുകയാണെങ്കിലൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. നാളെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ നാളെ ഒരു ദിവസം കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഇന്ന് തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ഇനിയൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ഒരുവിധം എല്ലാ സാധനങ്ങളും റെഡിയാണ്. പിന്നെ ഡ്രസ്സൊക്കെ ആയാലും ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാനൊരു പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 3 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് ഈ ഒരു ഡ്രസ്സും ഇതിൻ്റെ ഒരു റെഡും ഉണ്ടാവും. അപ്പോൾ ഇതൊരു കഫ്താൻ മോഡലൊരു മാക്സിയാണ്, കോട്ടനാണ്. മീഷോന്നെങ്ങാണ്ട് വാങ്ങിച്ചത്, ചെറിയ റേറ്റുണ്ട്, അതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇന്നും നാളെയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കണം. അത് അങ്ങ് എത്തിയിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ ഞാനിങ്ങനെ കിടന്ന് വലിച്ചിട്ടൊക്കെ കീറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടാനുള്ള കംഫേർട്ട് കൊണ്ട് വേറെ ഡ്രസ്സേ ഇടാറില്ല. സ്ഥിരം ഈ 2 ഡ്രസ്സ് മാറി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. സ്ഥിരം ഈ ഡ്രസ്സാണ് ഇടാറ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇന്ന് നാളത്തോടു കൂടി ഈ ഡ്രസ്സിനെ കാലാവധി തീർന്നു. അപ്പോൾ അത് ഒഴിവാക്കാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സിബ് ഉള്ള ടൈപ്പ് ഡ്രസ്സുകളല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഒഴിവാക്കണം. പിന്നെ അതുപോലെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ റൂമിൽ കിടക്കാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിലെ ബെഡ് എന്താ വെച്ചാൽ ഹൈറ്റ് കുറവാണ്. നമ്മൾ കട്ടിലല്ല, അപ്പോൾ നിലത്ത് ഇങ്ങനെ ചേച്ചേൻ്റെ മുകളിൽ ബെഡ് ഇട്ടതാണ്. അപ്പോൾ അത്രയും താഴ്ന്ന് ചിലപ്പോൾ എനിക്ക് CS കഴിഞ്ഞ് 4 ദിവസമൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വരില്ല. അപ്പോൾ അപ്പം തന്നെ അങ്ങനെ അത്രയും താഴ്ന്നിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കിടക്കാൻ സുഖമാണ്, എണീക്കാൻ സുഖമാണ്. കാരണം എനിക്കിങ്ങനെ ബെഡിൻ്റെ പുറത്തേക്ക് കാലിട്ടാൽ തന്നെ കാലെത്തും. പക്ഷേ ഇരിക്കാനാണ് ബുദ്ധിമുട്ട്. ഇരിക്കാൻ എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം താഴ്ന്നിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ദിവസം എന്തായാലും അമ്മേൻ്റെ റൂമിൽ മാത്രമേ ഉള്ളൂ നോർമൽ കട്ടിലുള്ളത്.
അപ്പോൾ അവിടെ ഇരുന്ന് കിടക്കുക. അപ്പോൾ ആ റൂം ഒന്ന് റെഡിയാക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇന്നത് കഴിഞ്ഞിട്ട് നാളെ ഒരു ദിവസം പീസ്ഫുള്ളായിട്ടിരിക്കണം. എന്നിട്ട് മറ്റന്നാൾ രാവിലെ എണീറ്റ് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് തരാൻ എന്തായാലും വൈകുന്നേരം അതിന് വന്നിട്ട് വേണം. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ സംഭവങ്ങളൊക്കെ അയച്ചു വെക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ആദ്യത്തെ ഡെലിവറീൻ്റെ സമയത്ത് നമ്മൾ നോർമൽ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്ത് പോയതാണല്ലോ. എന്നിട്ട് എമർജൻസി സിസേറിയനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ലേബർ റൂമിൽ നിന്ന് ഇവർ എമർജൻസി ആയിട്ട് ഇവർ സിസ്റ്റർമാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ ഗോൾഡൊക്കെ ഊരിയിരുന്നത്. അപ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇതൊരു ട്രോമയാണ് കേട്ടോ. കാരണം ഞാൻ അതുവരെ വർക്ക് ചെയ്തിരുന്നു. ഡെലിവറീൻ്റെ ഒരാഴ്ച മുമ്പ് എങ്ങാണ്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ കാണുന്നവർ മുഴുവൻ പറയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് കണ്ടീഷൻസ് അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് പെട്ടെന്ന് വേദനയൊക്കെ സഹിച്ച് LSCS ആണ് എന്നാണ് പറയുമ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ഇവ മഷി കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നോർമൽ തന്നെ വെയിറ്റ് ചെയ്തു. കൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്ക് ഇവൻ്റെ ഹാർട്ട് ബീറ്റ് കുറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മാഡം പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യണ്ടാന്ന് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ അഴിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല ഈ ഒരു അവസ്ഥയിൽ. പക്ഷെ എന്നാലും നമുക്ക് എന്തോ നമ്മൾ തിരിച്ചു വരില്ലേ എന്നൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരും. അങ്ങനെയൊക്കെ പെട്ടെന്ന് ലേബർ റൂമിൽ നിന്ന് കംപ്ലീറ്റ് മാലയും കമ്മലും വളയും എല്ലാം അഴിച്ച് ഇവരോടൊക്കെ വന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത് നമ്മളാ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നമ്മളെ ഉള്ള ധൈര്യം കൂടെയാണ് ചോർന്നു പോകും. ഇത്തവണ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്തു പോകുന്നത്. ഇത്തവണ എൻ്റെ മെയിൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവർ ഇഞ്ചക്ഷൻ വെക്കണത്. കാരണം അന്ന് ആ ലേബർ പെയിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ആ ഇഞ്ചക്ഷൻ വെച്ചത്. അപ്പോൾ എനിക്കത് അത്ര ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഇഞ്ചക്ഷൻ്റെ വേദന അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ വേദനകളും ഓർമ്മയുണ്ട് കേട്ടോ. ചിലർ പറയും നമ്മളതൊക്കെ മറക്കും എന്നൊക്കെ ഉള്ളത്. ഞാൻ ഒന്നും മറന്നിട്ടില്ല. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഇഞ്ചക്ഷനാണ് വെക്കുകയല്ലേ. അപ്പോൾ അതെന്താവും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കമ്മലുകളാണ് കേട്ടോ ഒരുപാടുള്ളത്. 3 എണ്ണം ഉണ്ട്. ചെറുതൊക്കെ എന്താ വെച്ചാൽ അവിടെ പോയിട്ടാകുമ്പോൾ ഇവർക്ക് കഴിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ അയച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കാൻ നേരത്തെ എന്ന് വിചാരിച്ചു. ആ ഒരു ടെൻഷനുണ്ട്, ഇഞ്ചക്ഷൻ്റെ ടെൻഷൻ. പിന്നെ അതുപോലെ തന്നെ ആദീനെ കുറേ സമയം കാണാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അവനെന്ത് ചെയ്യായിരിക്കും അങ്ങനത്തെ ആലോചിച്ചുള്ളൊരു ടെൻഷൻ എല്ലാവരും ഉണ്ട്. അവനെ നോക്കാൻ ഞാൻ വേണമെന്നൊന്നുമില്ല. അമ്മ അനിയത്തിമാരെല്ലാവരും ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് നമുക്ക് എന്താവും ഞാൻ വരും, വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ TV തരുമെന്ന് ചോദിച്ചപ്പോൾ ആ TV ആണല്ലേ. അപ്പോൾ നെറ്റ് പോയതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ഓടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഓക്കെ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന്, കാരണം നമ്മൾ കുറേ ദിവസം ഇട്ട സാധനങ്ങളല്ലേ, ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സാധനങ്ങളൊക്കെ നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് ബ്രഷൊക്കെ ചൊരച്ച് കമ്മലൊക്കെ ചെറിയ ഇങ്ങനെ കുഞ്ഞു മുട്ടുകളായതുകൊണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ. അപ്പോൾ ശരി, ബൈ. പൈസ ഞാൻ മുഖത്തൊരു പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, തൈരും ജസ്റ്റ് അരിപ്പൊടിയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് മേലിൽ കുറച്ച് എണ്ണയോ കുഴമ്പൊക്കെ തേച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് വേണം ഒരു കുളി പാസ്സാക്കാൻ. ആദ്യക്കൂട്ടൻ ഇവിടെ പുറത്ത് കുളിയിലാണ്. ആദ്യം തന്നെ എണ്ണയൊക്കെ തേച്ച് ഷാമ്പു ഒക്കെ ഇട്ടുന്ന് വിശദമായ കുളിയിലാണ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ടൊക്കെ അല്ലേ ഒന്ന് എല്ലാം ഒന്ന് പഴയ പോലെ ആവണമെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം എടുക്കും. അപ്പം അതുവരെ അപ്പോഴേക്കും മുഖത്തൊരു പാക്കൊക്കെ ഇട്ട് മേലിൽ കുറച്ച് കുഴമ്പൊക്കെ തേച്ചൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ച് റെഡി ആവട്ടെ കേട്ടോ. ശരി. അപ്പോൾ ഗൈസ് അങ്ങനെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഷാമ്പൂടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എണ്ണ ഇടാണ്ട്, എണ്ണ ഇടുമ്പോൾ ഇനി വീണ്ടും കുളിക്കണം. ആദ്യക്കുട്ടിയും ഗുഡായിട്ട് എണ്ണയൊക്കെ തേച്ച് അല്ലേ, ഷാമ്പൂ ഒക്കെ ഇട്ട് സുന്ദര കുട്ടനായിട്ട് കുളിച്ചു. ഇനി എന്താണ് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മൾ എങ്ങോട്ടാ പോണ്? പറഞ്ഞെടുക്ക്, മറ്റന്നാൾ എവിടേക്കാ പോണ്? പറ. അമ്മേൻ്റെ അടുത്തേക്കോ? വല്ല പോയിട്ട്
കുഞ്ഞു ബീബിനെ കിട്ടാനാ? അത് ഗുഡായിട്ടില്ല ഹോസ്പിറ്റലിൽ. അത് ഗുഡ് ബോയ് ആണ്. നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇനി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഈക്വൽ ടു അമർത്താൻ പറ്റില്ല, അപ്പോൾ പോസാവും. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് വന്നിട്ട് കിടക്കാനുള്ള റൂമൊക്കെ റെഡിയാക്കാണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മളെ പരിപാടികളൊക്കെ റെഡിയായി. ഇനി ഒന്ന് ഹെന്നിടാനും കൂടെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഹെന്നിടുമ്പോൾ വീഡിയോ എടുക്കാട്ടോ. ഞാനിങ്ങനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. ഏതായാലും നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. പക്ഷെ നാളെ ഇനി എല്ലാം കൂടെ ഒന്നിച്ച് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആകെ തിരക്കായി പോകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ റൂം ഒക്കെ ക്ലീനാക്കി സെറ്റാക്കിയിട്ട് കേട്ടോ. എന്നാൽ പിന്നെ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് കിടക്കാൻ ഇതിൽ കിടക്കുമ്പോൾ ഈ റൂമിൽ കിടക്കാം. ആദ്യമായിട്ടപ്പം തന്നെ ആട്ടി പഠിക്കുകയാണ് അല്ലേ? ഇങ്ങനെ ആട്ടി തെറിച്ചു പോവില്ലേ കുഞ്ഞു ബേബി? അപ്പോൾ ഗൈസ് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് നമ്മളത് ഹെന്നിടാൻ പോവാണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. എണ്ണയൊക്കെ അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇടാഞ്ഞതായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ ഇനി സമയം നിറയെ കൊതിയുണ്ട്. വൈകുന്നേരമായി. അപ്പോൾ എന്തായാലും ഹെന്നിടട്ടെ കേട്ടോ. ഗൈസ് അങ്ങനെ എണ്ണ വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു മണിക്കൂർ വെച്ചിട്ട് തലയൊന്ന് വാഷ് ചെയ്യണം. കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. എന്നാലും ഒന്ന് തല വാഷ് ചെയ്യുമ്പോൾ ഒന്ന് മേല് കഴുകണം. കളറാവുമെന്നൊന്നും അറിയില്ല, കുറേ വെളുത്തതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കട്ടെ. അപ്പോൾ അതായത് ലാസ്റ്റായിട്ട് നമ്മൾ കാലിലൊരു നെയിൽ പോളിഷൊക്കെ ഇട്ടു കേട്ടോ. കാല് കാണാൻ ഇങ്ങനെ ഒരു വൃത്തിണ്ടായിരുന്നല്ലോ, ഒഴിഞ്ഞ് കിടക്കണമാകുമ്പോൾ. അപ്പോൾ ഒന്ന് നെയിൽ പോളിഷൊക്കെ ഇട്ട് റെഡിയാക്കി. ഇത് നമ്മളത് കഴിഞ്ഞിട്ട് രാത്രി ലാസ്റ്റ് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് കിടന്നു കേട്ടോ. കാരണം ഞങ്ങൾ 3 മാത്രമുള്ള ലാസ്റ്റ് നൈറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ 3 4 പോകണം. അപ്പോൾ ആദ്യക്കുട്ടിനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.